നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉയർന്ന പകൽ താപനില മൂലം തായ്ലൻഡിലും വിയറ്റ്നാമിലും റബ്ബർ ടാപ്പിങ്ങിന് തടസ്സം നേരിട്ടു. ബാങ്കോക്കിൽ ഷീറ്റ് വില ഉയർന്നത് കണ്ട് ജപ്പാൻ ഒസാക്കയിൽ നിക്ഷേപകർ റബ്ബറിൽ താൽപ്പര്യം കാണിച്ചു. വിദേശ വിപണികളിലെ ചലനങ്ങൾ മുൻനിർത്തി ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ 5-ാം ഗ്രേഡ് ഷീറ്റ് വില കിലോയ്ക്ക് 233 രൂപയായി ഉയർത്തി. 4-ാം ഗ്രേഡ് 238 രൂപയിൽ വ്യാപാരം നടന്നു. അപ്പോൾ റബ്ബറിനിപ്പോൾ വൻ ഡിമാൻഡാണ്, ഷീറ്റ് ക്ഷാമമാണ്. ഇപ്പം വില കുതിച്ച് കയറുകയാണ്. ഓരോ ദിവസവും ക്വിൻ്റലിന് 200 രൂപ വെച്ചാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടം തന്നെയാണ് ഇപ്പോഴത്തെ ഓരോ ദിവസങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർഷകർക്ക് സന്തോഷിക്കാനാകുന്നില്ല. കാരണം ആരുടെയും സ്റ്റോക്കില്ല. ഇപ്പോൾ റബ്ബർ ടാപ്പിംഗ് പലരും നിർത്തിവെച്ചിരിക്കുകയാണ്. ചിലർ ടാപ്പിംഗ് തുടങ്ങാനായിട്ട് പോകുന്നതേ ഉള്ളൂ. റബ്ബർ ടാപ്പിംഗ് തുടങ്ങി റബ്ബർ ഷീറ്റായി വിപണിയിലോട്ട് എത്തുമ്പോൾ റബ്ബർ വില ഇനി കുറയുകയാണോ കൂടുകയാണോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ റബ്ബർ കർഷകർ പലരും. എന്നാൽ ഇപ്പോൾ സീസൺ ടാപ്പിംഗ് തുടരുന്നവർക്ക് വളരെ നേട്ടം തന്നെയാണ്. അതുപോലെ റബ്ബർ കടുംവെട്ടിനെടുത്തിരിക്കുന്നവർക്കും നേട്ടം തന്നെയാണ്. മറ്റ് ചെറുകിട കർഷകർക്കൊന്നും ഇപ്പോൾ ഇതുകൊണ്ട് നേട്ടം കിട്ടുന്നില്ല. റബ്ബർ വില റെക്കോർഡ് മറികടക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് കേരളത്തിലെ കർഷകർ. റബ്ബർ വില 300 രൂപ എത്തിയെങ്കിൽ മാത്രമേ റബ്ബർ കൃഷി ചെറിയൊരു ലാഭകരമായിട്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. വെളിച്ചെണ്ണ വില വീണ്ടും താഴേക്ക്, ഏലത്തിന് നേട്ടം. വെളിച്ചെണ്ണ വില വീണ്ടും താഴ്ന്നു. തമിഴ്നാട് വിപണിയായ കാങ്കയത്ത് വെളിച്ചെണ്ണയ്ക്ക് 325 രൂപ ഇടിഞ്ഞപ്പോൾ കൊച്ചിയിൽ എണ്ണയ്ക്ക് 100 രൂപ കുറഞ്ഞു. രണ്ട് സംസ്ഥാനങ്ങളിലും കൊപ്ര വില താഴ്ന്നാണ് ഇടപാടുകൾ നടന്നത്. ഗ്രാമീണ മേഖല പച്ചത്തേങ്ങ വിൽപ്പന നിയന്ത്രിച്ചാൽ വില ഇടിവിനെ ചെറിയ അളവിൽ പിടിച്ചു നിർത്താനാവും. ഉൽപാദന മേഖലയിൽ രാവിലെ നടന്ന ഏലക്ക ലേലത്തിന് ഇറങ്ങിയ ചരക്കിൽ ഭൂരിഭാഗവും ഇടപാടുകാർ മത്സരിച്ച് ശേഖരിച്ചു. മൊത്തം 90,147 കിലോഗ്രാം ഏലക്ക ലേലത്തിന് വന്നതിൽ 86,504 കിലോയും ആഭ്യന്തര വിദേശ ഇടപാടുകാർ സംഭരിച്ചു. ഉത്തരേന്ത്യൻ സ്റ്റോക്കിസ്റ്റുകൾ അവരുടെ കരുതൽ ശേഖരം ഉയർത്തുന്നുണ്ട്. ശരാശരി ഇനങ്ങൾ കിലോ 2,637 രൂപയിലും മികച്ച ഇനങ്ങൾ 2,419 രൂപയിലും കൈമാറ്റം നടന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.